ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഓവർലാപ്ഡ് ചെയിൻ സ്റ്റിച്ച് ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡബിൾ ചെയിൻ സ്റ്റിച്ച് പഠിച്ചിരുന്നല്ലോ, 2 ലെയർ ചെയിൻ സ്റ്റിച്ച് വരുന്നത്. സെയിം അതുപോലെ തന്നെ ഓവർലാപ്ഡ് ചെയിൻ സ്റ്റിച്ചിനും 2 ലെയർ ചെയിൻ സ്റ്റിച്ച് വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് 2 ലെയർ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചെയ്ത പോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഫസ്റ്റ് ലൈനിൽ സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം, പിന്നെ കർവ്സും ഷേപ്സും ഒക്കെ ചെയ്ത് കാണിക്കാം. രണ്ട് ലെയർ ചെയിൻ സ്റ്റിച്ചാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ 2 ചെയിൻ സ്റ്റിച്ചും ചെയ്യാനായിട്ട് 2 കളറിലെ സിൽക്ക് ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ആ സ്റ്റിച്ചൊന്ന് എടുത്ത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ റെഡ് കളറും ഗ്രീൻ കളറും എടുത്തിരിക്കുന്നത്. ഒരേ കളർ ത്രെഡ് ഉപയോഗിച്ച് വേണമെങ്കിലും നമുക്ക് ഈ സ്റ്റിച്ച് ചെയ്യാം. സിൽക്ക് ത്രെഡ് ഡബിൾ ലെയറിൽ എടുത്തിട്ടാണ് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഡബിൾ ചെയിൻ സ്റ്റിച്ചിൽ ചെയ്ത പോലെ തന്നെ ഒരു ലെയർ ചെയിൻ സ്റ്റിച്ച് കൊടുക്കണം. സ്റ്റാർട്ടിങ് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസുകളിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. ലോക്ക് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ചെയിൻ കണ്ടിന്യൂ ചെയ്യണം. ലോക്ക് സ്റ്റിച്ച് ഇടാതെ വേണേലും നമുക്ക് ഡയറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് പോകാം. അത് തെറ്റല്ല, ഡയറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് പോകുന്ന മെത്തേഡും. പക്ഷേ ലോക്ക് സ്റ്റിച്ച് ഇട്ടാൽ ഒന്ന് ടൈറ്റായിട്ടിരിക്കും ആ ഫസ്റ്റ് ചെയിന്. ചില സ്ഥലങ്ങളിൽ നമുക്ക് ലോക്ക് സ്റ്റിച്ച് ഇടാതെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടി വരും. അതും ഞാൻ ഈ സ്റ്റിച്ചിൽ കാണിച്ചു തരാം. ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലോക്ക് സ്റ്റിച്ച് എന്നൊക്കെയുള്ള വേർഡ് ചിലപ്പം പുതിയതായിരിക്കാം. അപ്പം ക്ലാസ് 5 വരെയുള്ള വീഡിയോസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് കണ്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം ഈ വീഡിയോ പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്യുന്ന ചെയിൻ ഒന്ന് ശ്രദ്ധിച്ചോളൂ. കണ്ടോ, ഒരു ത്രെഡ് മാത്രമേ മുകളിലേക്ക് വന്നുള്ളൂ. ഇത് ആക്ച്വലി ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വന്ന ഒരു മിസ്റ്റേക്കാണ്. മുകളിലേക്ക് ഞാൻ ത്രെഡ് എടുത്ത സമയത്ത് ഒരു ത്രെഡ് മാത്രമേ മുകളിലേക്ക് വന്നുള്ളൂ. ഇൻ കേസ് നിങ്ങൾ ചെയ്യുമ്പോഴും ഇങ്ങനെ എപ്പോഴെങ്കിലും ഏതെങ്കിലും സ്റ്റിച്ചിൽ വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു സ്റ്റിച്ച് അഴിച്ചു കൊടുക്കുക. അഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും 2 ലെയർ ത്രെഡ് മുകളിലേക്ക് എടുത്ത് തന്നെ കണ്ടിന്യൂ ചെയ്തോണം. പലരും മെസ്സേജ് അയച്ചിരുന്നു, സിൽക്ക് ത്രെഡിൽ പ്രാക്ടീസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, സെറി ത്രെഡിൽ ആ സ്റ്റിച്ച് കിട്ടുന്നുണ്ട്, പക്ഷേ സിൽക്ക് ത്രെഡിൽ ചെയ്യുമ്പോൾ ആ സ്റ്റിച്ച് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോസിലും പറഞ്ഞിരുന്നല്ലോ, സിൽക്ക് ത്രെഡ് ചെയ്യാൻ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ബുദ്ധിമുട്ട് വരും. കാരണം ആ ഡബിൾ ലെയറിൽ നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് തന്നെ പ്രാക്ടീസ് ചെയ്ത് പോവുക. അപ്പോൾ ഇപ്പോൾ ഇത് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ, അതായത് ഈ ചെറിയ ചെറിയ ബേസിക് സ്റ്റിച്ചുകൾക്ക് ഇത് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഫില്ലിംഗ് സ്റ്റിച്ചുകൾ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ സ്റ്റിച്ച് ആ ലൈനിൻ്റെ ലാസ്റ്റ് എത്തി. നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ലാസ്റ്റിൽ എൻഡ് നോട്ട് ഇട്ട് കൊടുക്കണം. ഇനി ഈ ത്രെഡ് നമുക്ക് താഴേന്ന് കട്ട് ചെയ്യാം. അടുത്ത ലെയർ നമ്മൾ ഗ്രീൻ കളറിലല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഈ ത്രെഡ് കട്ട് ചെയ്യാതെ വിട്ട് കഴിഞ്ഞാൽ 2 ത്രെഡും തമ്മിൽ കുരുങ്ങിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ചെയ്ത ഈ ചെയിനിൻ്റെ ത്രെഡ് നമുക്ക് ആദ്യം തന്നെ കട്ട് ചെയ്ത് മാറ്റാം. അടുത്ത ലെയർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡബിൾ ചെയിൻ സ്റ്റിച്ചിൽ എങ്ങനെയായിരുന്നു, തൊട്ടടുത്ത് തന്നെയായിരുന്നു സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മളിപ്പോൾ ഈ ഫസ്റ്റ് ചെയിൻ ചെയ്തില്ലേ, ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ആ നീഡിൽ വെച്ചിരിക്കുന്നത് കണ്ടോ, സൂം ചെയ്ത് കാണിക്കാം. അതായത് ലോക്ക് സ്റ്റിച്ച് കഴിഞ്ഞിട്ട് ആദ്യത്തെ ചെയിന്, ആ ചെയിനിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മുടെ ഓവർലാപ്ഡ് ചെയിൻ സ്റ്റിച്ചിൻ്റെ ആദ്യത്തെ ചെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ ചെയിൻ ഈ ലോക്ക് സ്റ്റിച്ചിൻ്റെ അടുത്തുനിന്നും സ്റ്റാർട്ട് ചെയ്യാം. അതും തെറ്റായ മെത്തേഡല്ല. നമ്മളത് ഓരോ ഡിസൈനിനനുസരിച്ചാണ് സെലക്ട് ചെയ്യുന്നത്. അത് ഞാൻ ഷേപ്സ് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ 2 മെത്തേഡും ലൈനിൽ ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ ചെയിനിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്ന മെത്തേഡാണ് കാണിക്കുന്നത്. ആദ്യത്തെ ചെയിനിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ത്രെഡ് പുറത്തേക്ക് എടുക്കാം. ഈ ഗ്രീൻ കളർ ത്രെഡും ഡബിൾ ലെയറിൽ തന്നെയാണ് എടുക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ലെയർ നമ്മൾ മുകളിലേക്ക് എടുത്തല്ലോ, ഇവിടെ ലോക്ക് സ്റ്റിച്ച് ഇടേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ചെയിൻ കണ്ടിന്യൂ ചെയ്യുവാണ്. ഇനി തൊട്ട് അടുത്ത ചെയിനിൻ്റെ സെൻറ്ററിൽ നീഡിൽ കുത്തി അടുത്ത ഗ്രീൻ കളറിൻ്റെ ചെയിൻ എടുക്കുക. വീണ്ടും തൊട്ട് മുന്നിലുള്ള ചെയിനിൻ്റെ സെൻറ്ററിലാണ് രണ്ടാമത്തെ ലെയറിൻ്റെ ചെയിൻ വരുന്നത്. ഇതുപോലെ നമുക്ക് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഫസ്റ്റ് ചെയിൻ ചെയ്തില്ലേ, സെയിം അതേ ഡയറക്ഷനിൽ തന്നെയാണ് നമ്മൾ രണ്ടാമത്തെ ലെയർ ചെയിനും ചെയ്യുന്നത്. അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് ആദ്യം നമ്മൾ ഫസ്റ്റ് ചെയിൻ ചെയ്തതെന്നുണ്ടെങ്കിൽ സെയിം രണ്ടാമത്തെ ചെയിനും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് തന്നെ ആയിരിക്കണം ചെയ്യേണ്ടത്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ല നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരേണ്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഫസ്റ്റ് ചെയിനില്ലേ, അതായത് ആ റെഡ് കളറിലിട്ടിരിക്കുന്ന ചെയിന്,
ആ ചെയിൻ ഒരു മീഡിയം സൈസിലുള്ള ചെയിൻ ആയിരിക്കണം. അതല്ലെങ്കിൽ ലോങ് ചെയിൻ, ഒരുപാട് ലോങ് ചെയിൻ അല്ല, ഒരു മീഡിയം എന്ന് പറയാം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ രണ്ടാമത്തെ ലെയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് അടുത്ത ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരുപാട് ചെറിയ ചെയിൻ ആകുമ്പോൾ നമുക്ക് പിന്നെ രണ്ടാമത്തെ ലെയർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ പാടില്ല, നമുക്ക് ചെറിയ ചെയിനിലും ചെയ്യാൻ പറ്റും. പക്ഷേ ബിഗിനേഴ്സ് എപ്പോഴും ഒരു മീഡിയം സൈസ് ചെയിൻ അല്ലെങ്കിൽ ലോങ് ചെയിനിൽ പ്രാക്ടീസ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ ചെയിനിൻ്റെ എൻഡിലെത്തി. ഇനി നമുക്ക് എൻഡ് നോട്ട് കൊടുക്കണം. എൻഡ് നോട്ട് ഒന്നുകിൽ നമുക്ക് ഈ ലാസ്റ്റ് ചെയിനിൽ എൻഡ് നോട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ ഇതുപോലെ ആ റെഡ് അവസാനിക്കുന്നതിൻ്റെ അവിടെ റെഡിൻ്റെ എൻഡ് നോട്ട് കൊടുത്തില്ലേ, അത് കഴിഞ്ഞിട്ട് വേണേലും എൻഡ് നോട്ട് കൊടുക്കാം. ഏത് മെത്തേഡ് ചെയ്താലും കറക്റ്റാണ്. ഞാനിവിടെ നമ്മൾ ഫസ്റ്റ് ചെയിനിലല്ലേ സ്റ്റാർട്ട് ചെയ്തത്, അതുകൊണ്ട് ലാസ്റ്റ് ചെയിനിൽ എൻഡ് നോട്ട് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഒരു ലൈൻ കൂടി കാണിക്കാം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയിനിൽ നിന്ന് ഓവർലാപ്പ് ചെയ്യുന്നതല്ലേ കാണിച്ചേ, ഇനി സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ചെയ്യുന്നതും കൂടി ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ലൈനിൽ ചെയ്ത പോലെ തന്നെ നമുക്ക് ചെയിൻ സ്റ്റിച്ച് കൊടുക്കാം. ത്രെഡ് മുകളിലേക്ക് എടുക്കുക, അതിനുശേഷം ലോക്ക് സ്റ്റിച്ച്, പിന്നെ നീഡിൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിച്ച് ചെയിൻ കണ്ടിന്യൂ ചെയ്യാം. സ്ട്രെയിറ്റ് ലൈനാണ് ഡിസൈൻ എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മീഡിയം സൈസ് ചെയിൻ കൊടുത്താൽ മതി. അതേസമയം ഒരു കർവോ അല്ലെങ്കിൽ ഒരു ഫ്ലവറിൻ്റെ ഒക്കെ പിക്ചർ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചെറിയ ചെയിൻ സ്റ്റിച്ച് കൊടുക്കണം. ഒരു ഫ്ലവറിൻ്റെ പിക്ചർ കൂടി ഞാൻ ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഇവിടെ ലൈനിൻ്റെ ലാസ്റ്റ് എത്തി. നമ്മൾ മുകളിലത്തെ ലൈൻ ചെയ്ത പോലെ തന്നെ ലാസ്റ്റിൽ എൻഡ് നോട്ട് ഇട്ട് കൊടുക്കുക. ഓവർലാപ്പിന് നമ്മൾ വേറെ കളർ സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് താഴേന്ന് ആ ത്രെഡും കട്ട് ചെയ്ത് കൊടുക്കണം. ഈ ഗ്രീൻ കളർ ചെയിന് നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വന്നത്. അപ്പോൾ ആ ഡയറക്ഷൻ അറിയാമല്ലോ. അപ്പം നമ്മൾ ഇതിന് ഓവർലാപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സെയിം അതുപോലെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തന്നെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരണം. അല്ലാതെ ഇപ്പോൾ ഞാൻ ആ നീഡിൽ വെച്ചിരിക്കുന്നില്ലേ, അവിടുന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഓപ്പോസിറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് വരില്ല. അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ആ ഡിസൈനിൻ്റെ ഷേപ്പ് മാറിപ്പോവും. ഒരെണ്ണം ലെഫ്റ്റിലോട്ടും ഒരു ചെയിൻ ലെഫ്റ്റിലോട്ടും ഒരു ചെയിൻ റൈറ്റിലോട്ടും ആയിപ്പോവും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യാതെ സെയിം ഈ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തന്നെ തിരിച്ച് സ്റ്റിച്ച് ചെയ്ത് പോകണം. ഫസ്റ്റ് ലൈനിൽ നിന്ന് നമ്മൾ ചെയ്തപ്പോൾ ഓവർലാപ്പ് ഫസ്റ്റ് ചെയിനിൽ നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്തത്, അതുകൊണ്ട് നമ്മൾ ലോക്ക് സ്റ്റിച്ച് ഇടുന്നില്ലായിരുന്നു. പക്ഷേ താഴത്തെ ലൈനിൽ ഓവർലാപ്പ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ ഫസ്റ്റ് ചെയിനിലേക്ക് സ്റ്റിച്ച് ചെയ്യാൻ. ഗ്രീൻ കളർ ചെയിൻ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമ്മൾ നീഡിൽ കുത്തി ത്രെഡ് എടുത്തു. ഇനി ഇവിടെ ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ഇനി ഗ്രീൻ കളർ ചെയിൻ സ്റ്റിച്ചിൻ്റെ സെൻറ്ററിൽ റെഡ് കളറിൻ്റെ ചെയിൻ ഇട്ട് പോവുക. ഓവർലാപ്പ് സ്റ്റിച്ചും നമ്മൾ ഡബിൾ ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്ത പോലെ തന്നെ സെയിം യൂസാണുള്ളത്. നമുക്ക് ഔട്ട്ലൈനും അതുപോലെ ബോർഡറും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഡബിൾ കളറിലെ സാരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബ്ലൗസിൻ്റെ നെക്കിന് ബോർഡറായിട്ടോ അല്ലെങ്കിൽ സ്ലീവ്സിന് ബോർഡറായിട്ട് അല്ലെങ്കിൽ ഡിസൈനിൻ്റെ ഇടയ്ക്ക് ഔട്ട്ലൈനായിട്ടൊക്കെ നമുക്ക് ഈ സ്റ്റിച്ച് യൂസ് ചെയ്യാൻ പറ്റും. ലാസ്റ്റിൽ എൻഡ് നോട്ട് കൊടുക്കുമ്പോൾ ലാസ്റ്റ് ചെയിനിൽ വേണേലും കൊടുക്കാം, അതല്ലെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ലോക്ക് സ്റ്റിച്ചിന് മുന്നേ അല്ലേ തുടങ്ങിയത്, അതുകൊണ്ട് ഇവിടെയും ഗ്രീൻ കളറിൻ്റെ എൻഡ് നോട്ടിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ എൻഡ് നോട്ട് കൊടുക്കാം. ഇനി കർവ് ഷേപ്പിൽ ഈ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫ്ലവർ വരയ്ക്കാം. ഇവിടെ ഞാൻ ലോക്ക് സ്റ്റിച്ച് കൊടുക്കുന്നില്ല, ഡയറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് പോവാണ്. കാരണം സർക്കിളും ചെറുതാണ്. പിന്നെ നമുക്ക് ലാസ്റ്റ് വരുമ്പം ആ സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ എൻഡ് നോട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ ഈ ട്രിക്കൊക്കെ ഞാൻ നേരത്തെ ഉള്ള ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്ത് പോകണം. ഇവിടെ നമ്മൾ ക്രീപ്പിംഗ് സ്റ്റിച്ച് പോലെ ചെറിയ ചെയിൻ ഇട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിൻ്റെ ഉള്ളിലായിട്ട് ഓവർലാപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വലുപ്പത്തിൽ തന്നെയാണ് ഇവിടെ ചെയിൻ എടുക്കുന്നത്. അതുപോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്, ക്ലോസ്ഡ് ഫിഗർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ് ചെയിൻ സ്റ്റിച്ചിൽ തന്നെ എൻഡ് നോട്ട് കൊടുക്കാമെന്ന്. പക്ഷേ ഇവിടെ നമ്മളങ്ങനെ ചെയ്യത്തില്ല. കാരണം നമുക്ക് ആ സ്റ്റാർട്ടിങ് ചെയിനിൻ്റെ ഉള്ളിലല്ലേ ഓവർലാപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ എൻഡ് നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓവർലാപ്പിന് വേണ്ടിയിട്ട് നമുക്ക് നീഡിൽ കുത്താൻ സ്ഥലം കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഫസ്റ്റ് ചെയിനിന് മുന്നേ തന്നെ എൻഡ് നോട്ട് കൊടുത്തിരിക്കണം. സെയിം കളർ ത്രെഡ് എടുക്കുകയാണെങ്കിൽ ഈ പ്രശ്നമില്ല, നമുക്ക് ആ ചെയിൻ അങ്ങ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയാൽ മതി. പക്ഷേ ഡബിൾ കളർ ത്രെഡാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മെത്തേഡിൽ വേണം ചെയ്യാൻ. ഇവിടെയും നമ്മൾ ഗ്രീൻ കളർ ത്രെഡ് എടുക്കുമ്പോൾ ലോക്ക് സ്റ്റിച്ച് ഇടുന്നില്ല, ഡയറക്റ്റ് ചെയിൻ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് പോവാണ് ചെയ്യുന്നത്.
കർവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. ലൈൻ പോലെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ചെറിയ ചെറിയ സ്റ്റിച്ചുകളല്ലേ. ഇവിടെയും ആ ഗ്രീൻ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് എൻഡ് നോട്ട് ഇട്ട് കൊടുക്കണം. ഇനി ഈ പെറ്റൽസ് ഓരോന്നായിട്ട് ചെയ്യാം. ഇവിടെ ഈ പെറ്റൽസ് ജോയിൻ്റ് ചെയ്യുന്ന സ്ഥലമുണ്ടല്ലോ, ആ ജോയിൻ്റ് ചെയ്യുന്ന സ്ഥലത്തെ സ്റ്റിച്ചിങ് കൂടി ഒന്ന് ശ്രദ്ധിച്ചോണം. ഇവിടെ ഇപ്പം ഒരു പെറ്റൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ്, അപ്പോൾ അതിൻ്റെ ലാസ്റ്റിൽ ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് വീണ്ടും തിരിച്ച് അടുത്ത പെറ്റൽ സ്റ്റിച്ച് ചെയ്ത് വരിക ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഓവർലാപ്പ് നന്നായിട്ട് കൊടുക്കാൻ പറ്റൂ. ഇതുപോലെ ലോക്ക് സ്റ്റിച്ച് കൊടുക്കാതെ ഡയറക്റ്റ് നമ്മൾ അടുത്ത പെറ്റൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ കോർണർ കറക്റ്റായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് ആ പെറ്റൽ അവസാനിക്കുന്ന സ്ഥലത്ത് ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ടതിന് ശേഷം വീണ്ടും തിരിച്ച് അടുത്ത പെറ്റൽ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് വരണം. ലാസ്റ്റിൽ എൻഡ് നോട്ട് ഇട്ട് കൊടുക്കണം. ഇനി ഇവിടെ റെഡ് കളർ ത്രെഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം ആ പെറ്റലിൻ്റെ ഫസ്റ്റ് ചെയിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ബാക്കി സ്റ്റിച്ച് എല്ലാം നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ഇനി അവിടെ ആ ലോക്ക് സ്റ്റിച്ച് വരുന്ന ഭാഗമില്ലേ, അവിടെ മാത്രമേ ശ്രദ്ധിക്കേണ്ടേ ഉള്ളൂ. ആ കോർണറിൽ ലോക്ക് സ്റ്റിച്ച് വരുന്ന സ്ഥലത്ത് റെഡ് കളറിലും ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം മാത്രം തിരിച്ച് നമുക്ക് ചെയിനിൻ്റെ ഉള്ളിലായിട്ട് അടുത്ത ചെയിൻ ഇട്ട് പോവാം. ഇത്രയേ ഉള്ളൂ കർവ് സ്റ്റിച്ച് ചെയ്യുന്നത്. ലൈൻ സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാൾ കുറച്ച് പാടാണ്, പക്ഷേ പ്രാക്ടീസ് കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഇത് ഞാൻ കുറച്ചുകൂടെ സൂം ചെയ്ത് അടുത്ത് കാണിക്കാം. ഇപ്പോൾ അടുത്ത് കാണുമ്പോൾ ഈ സ്റ്റിച്ച് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് പറയാം. അപ്പം നമ്മളിപ്പം വീഡിയോയിൽ കാണിച്ച 2 ലൈൻസും ഫ്ലവറും പ്രാക്ടീസ് ചെയ്യണം. ഇത് കൂടാതെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് നിങ്ങളൊരു പേര് ഓവർലാപ്പ് സ്റ്റിച്ചിൽ സ്റ്റിച്ച് ചെയ്യണം. അത് നിങ്ങളുടെയോ ഹസ്ബൻഡിൻ്റെയോ വൈഫിൻ്റെയോ അല്ലെങ്കിൽ മക്കളുടെയോ ആരുടെയെങ്കിലും ഒരു പേര് ഓവർലാപ്പ് സ്റ്റിച്ചിൽ സ്റ്റിച്ച് ചെയ്യണം. പേരിൽ മിനിമം ഒരു 4-5 ലെറ്ററെങ്കിലും ഉണ്ടായിരിക്കണേ. ക്യാപിറ്റൽ ലെറ്ററോ സ്മാൾ ലെറ്ററോ എങ്ങനെ വേണേലും നിങ്ങൾക്ക് എഴുതാം. ഇംഗ്ലീഷിൽ തന്നെ പേരെഴുതണമെന്നില്ല, മലയാളത്തിൽ വേണേലും നിങ്ങൾക്ക് പേരെഴുതി സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നന്നായിട്ട് മനസ്സിലായല്ലോ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്